മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവൻ പ്രാപ്തനാകുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും വിശദീകരിച്ച് പറയുന്നില്ല. പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. പരീക്ഷ സഹിക്കുന്ന മക്കളെ, നമ്മളെ അവൻ പരീക്ഷ സഹിച്ചവനായാൽ അതിൽ നിന്നെല്ലാം നമ്മെ വിടിയിപ്പാൻ ശക്തനായിരിക്കുന്നത് പോലെ തന്നെ നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. രക്ഷയ്ക്ക് ഒത്തിരി പടികളുണ്ട്. ഒന്നും കാലത്തിന് അത് ക്ലാസ് ഒക്കെ എടുക്കുമായിരുന്നു. നമ്മളിപ്പോഴും ആ രക്ഷയുടെ പടികൾ ഇപ്പോഴും ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അപൂർവമായ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. ഇങ്ങനെ എന്താ ആത്മീയ അനുഭവത്തിൽ ഓരോ ദിവസവും എന്താ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ദൈവത്തിന്റെ സ്തോത്രം. ഓരോ പറഞ്ഞ പോലെ പിടിക്കാമെന്നില്ല ബാക്കിലേക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ ദൈവം പൂർണ്ണമായി രക്ഷിക്കാൻ കഴിവുണ്ട്. മനുഷ്യന്റെ അവസ്ഥകൾ തട്ടാൻ വേണ്ടി അവന്റെ കരമാണ് നമ്മെ എല്ലാവരും സൃഷ്ടിച്ചത്. അവന്റെ ജീവവിശ്വാസം നമ്മുടെ നമുക്ക് എന്തെല്ലാം കഴിയും എന്തെല്ലാം കഴിയില്ലെന്നെല്ലാം നമ്മുടെ കർത്താവ് നന്നായിട്ട് അറിയാം. എന്നാൽ ഇവിടെയൊക്കെ നമുക്ക് ജയം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിൽ പൂർണ്ണമായി ആശ്രയമാകുന്ന വിശ്വാസം, ആ ഡിപ്പെൻഡ് കർത്താവിൽ പൂർണ്ണമായി ഡിപ്പെൻഡ് ചെയ്യുക, പൂർണ്ണമായി വിട്ടുകൊടുക്കുക. അപ്പോഴും നമ്മുടേത് വെക്കാതെ എന്താണ് പൂർണ്ണമായി കർത്താവിന് സമർപ്പിക്കുക. സാധാരണ പറയുന്നത് നമ്മള് വെള്ളത്തിൽ വീണ് നമ്മള് രക്ഷിക്കാൻ പോകും, ചിലർക്ക് പേടിയാ. കാരണം എന്താ, അവര് നമ്മളെ വലിച്ച് താഴ്ത്തിക്കൊണ്ടുപോകും. അപ്പോൾ അവിടെ അവനും രക്ഷപ്പെടണമെങ്കിൽ അവൻ ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കണം, എന്നാലേ അവനെ പൊക്കിക്കൊണ്ട് വരാനായിട്ട് വരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളെ അങ്ങോട്ട് പിടിച്ച് രക്ഷിക്കാൻ ചെല്ലുമ്പോൾ അവൻ താഴത്തേക്ക് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കുടിച്ചു പോകുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ചാടി കഴിവുള്ളവർ അതിനെ വേണ്ടിയൊക്കെ തുനിയുന്നു പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് തൊമ്മൂത്തിൽ ഞങ്ങളുടെ അടുത്ത് തൊമ്മൂത്തിലുണ്ട്. തൊമ്മൂത്തിൽ ഒത്തിരി പേര് 10-25 പേര് വീണ് ചേർത്തിട്ടുണ്ട്. അപ്പൊ അവിടെ ചാടിക്കഴിഞ്ഞാൽ ജോലി അവിടെ പോയി അവരുടെ ശവമൊക്കെ പൊക്കി എടുത്തിട്ട് തന്നെയാണ് അധികവും ആളുകളെ ജോലി കാണിക്കുന്നത്. അപ്പൊ അവിടെ എല്ലാവരും ഇറങ്ങുന്നില്ല. അപ്പൊ അതിന് പരിചയമുള്ള അതിനെ ചില ആൾക്കാരെ ഇല്ല, അങ്ങനെയല്ല ജോലി. തൊമ്മൂത്തിൽ പരിചയമുള്ള ആ കയറ്റി മുങ്ങിപ്പോയി ഇങ്ങനെ പൊക്കി എടുത്തോണ്ട് വരാൻ കഴിവുള്ളവർ എല്ലാവരും ഒന്നും ഇറക്കത്തില്ല. എയർഫോഴ്സിൽ നിന്ന് വന്നാൽ അവരിറങ്ങത്തില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, നാട്ടുകാരായാലും മെടുക്കരായിട്ടുള്ള ചിലരുണ്ട്, അവരെയൊക്കെ നന്നായിട്ട് അറിയാതെ അവരെ ഇറക്കത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യന് എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞാലും എത്ര പഠിപ്പുണ്ടെന്ന് പറഞ്ഞാലും എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും എന്താ അവനെ തന്നെ രക്ഷപ്പെടുത്താനൊന്നും ചിലപ്പോൾ കഴിയുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ദൈവമക്കളാകുമ്പോൾ നമ്മൾ പൂർണ്ണമായി കർത്താവിലേക്ക് അനുഭവം നമ്മുടേതായിട്ട് താൻ ബാധി ദൈവം ബാധി എന്നൊക്കെ പറഞ്ഞ ചൊല്ലുണ്ടെങ്കിലും നമ്മള് ഉത്സാഹിക്കരുതെന്നോ പഠിക്കരുതെന്നോ എന്റെ കർത്താവിനെ ജയിപ്പിച്ചോളൂ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാറുണ്ടോ ശരിയാവും. അത് അങ്ങനെയുള്ള ദൈവത്തിന്റെ സ്തോത്രം. എന്നാല് ദൈവത്തിന്റെ മുമ്പിൽ ഇതൊന്നും ഒരു പഠിപ്പോ വിദ്യാഭ്യാസം ഇതൊന്നും അല്ല വിഷയമായിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ ജീവിതത്തില് ഏറ്റവും ഇഷ്ട കാര്യങ്ങൾ നമ്മൾ ഒരു വിശ്വാസിയായിരിക്കുമ്പോൾ ദൈവവചനായി തീരുമ്പോൾ അത് പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് എല്ലാം അതിൻ്റെതായ മനോഹരമായ അവസ്ഥയിൽ. അങ്ങനെ യഹോവ തന്നെ ആശ്രയമായിരിക്കും ചെയ്യുന്ന മനുഷ്യനാണ്. അത് ഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. ദൈവത്തിന് നമ്മെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തെ അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമ്മളിപ്പോൾ എന്തെല്ലാം അത്ഭുതമായ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നറിയോ. ദൈവത്തിന് സ്തോത്രം. പ്രൈസറോ, ഞാനിപ്പോ എന്റെ ജീവിതത്തിൽ എഴുതിക്കൊണ്ടിരിക്കുക ദൈവം. അപ്പൊ നമ്മളെ തന്നെ വിചാരിച്ചു നമ്മളൊന്നിനും കഴിവില്ലാത്തവരാ. എന്നാൽ ഈ പാവങ്ങളായ നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്ന ഓരോ കാര്യങ്ങൾ അത് വളരെ അഗോചരമാണ്, നമുക്ക് വർണ്ണിക്കാൻ പാടില്ല.
അത് ഒരുപക്ഷെ ലോകത്തില് അമേരിക്കൻ പ്രസിഡന്റിനോ പ്രധാനമന്ത്രിക്കോ ഒന്നും കഴിയാത്ത കാര്യങ്ങളാണ്. Praise the Lord. എത്ര ഉന്നതന്മാരായാലും കഴിയാത്ത കാര്യങ്ങളാണ് നമ്മളിൽ കൂടിയൊക്കെ ദൈവം ചെയ്യിപ്പിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അവസാനമായ ഒരു